ഓണക്കാലത്ത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും പൂഴ്ത്തിവയ്പും തടയുന്നതിനായി സംസ്ഥാനത്തുടനീളം പ്രത്യേക പരിശോധനയ്ക്ക് സർക്കാർ തുടക്കമിടുന്നു. ഓഗസ്റ്റ് 1 മുതൽ 25 വരെ ജില്ലാ, താലൂക്ക് തലങ്ങളിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലാ, താലൂക്ക്, സപ്ലൈ, സിറ്റി റേഷനിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റവന്യൂ, ലീഗൽ, മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജില്ലാ, താലൂക്ക് തല പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്താനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർധന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് അരിമില്ലുകൾ ഉൾപ്പെടെ ഓപ്പൺ മാർക്കറ്റുകൾ പരിശോധിക്കുന്നതെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഗുണനിലവാരം ഇല്ലാത്തതോ മായം കലർന്നതോ ആയ അരി, ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കും. അളവ് തൂക്കം കൃത്യമാണോ എന്നും ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നും മെട്രോളജി ഉദ്യോഗസ്ഥർ പരിശോധിക്കും. അരി, പലചരക്ക് സ്റ്റോക്ക് രജിസ്റ്ററുകളും മറ്റും പരിശോധിച്ച് സ്റ്റോക്ക് സമയത്തെ പർച്ചേസ് ബിൽ പ്രകാരമുള്ള വിലപ്രകാരം വ്യാപാരി നിശ്ചയിച്ച വിലയ്ക്ക് തന്നെയാണ് പഴയ സ്റ്റോക്ക് വിൽക്കുന്നതെന്ന് സ്ക്വാഡ് ഉറപ്പാക്കണം. പിന്നീട് എത്തിച്ചേർന്ന സ്റ്റോക്ക് മാത്രമേ പുതുക്കിയ വിലയ്ക്ക് വിൽക്കാവൂ എന്ന് വ്യാപാരിക്ക് നിർദ്ദേശം നൽകണം. സ്വകാര്യ അരിമില്ലുകൾ പരിശോധിച്ച് വർധന അടക്കം വിലയിരുത്തണം. മൊത്തവ്യാപാരികൾ സ്റ്റോക്കും വിലയും അടങ്ങിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നും അരി പൂഴ്ത്തുകയോ വിതരണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കണം. ചില്ലറ വ്യാപാരികളും വാങ്ങൽ, വിൽപ്പന ബിൽ, ഇൻവോയ്സ് സൂക്ഷിക്കുന്നുണ്ടെന്നും വിലവിവര പട്ടിക വ്യക്തമായി പ്രദർശിപ്പിച്ച് കൂടുതൽ ഈടാക്കുന്നില്ലെന്നും ഉറപ്പാക്കും. ബിൽ അഥവാ ഇൻവോയ്സ് നൽകാതെ വിൽപ്പന നടത്തുന്ന സാഹചര്യം അനുവദിക്കില്ല. അനാവശ്യ വിലവർധന, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവ കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും. പരിശോധനാ വിവരങ്ങളും ക്രമക്കേടുകളും സ്വീകരിച്ച നടപടികളും സംബന്ധിച്ച വിവരങ്ങൾ നിശ്ചിത പ്രൊഫോർമയിൽ എല്ലാ ദിവസവും ഗൂഗിൾ ഷീറ്റ് വഴി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണം. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് അടക്കമുള്ള ഗുരുതര ക്രമക്കേടുകൾ രേഖകൾ സഹിതം പോലീസിന് കൈമാറി 1955 അവശ്യ സാധന നിയമപ്രകാരം പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.